അസ്സലാമു അലൈക്കും. നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലോ രോഗം കാരണം വിഷമിക്കുന്നവരാണോ? മരുന്നുകൾ എത്ര കഴിച്ചിട്ടും രോഗം ശമനമാകുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. ആരും സ്കിപ്പ് ചെയ്ത് പോവില്ല. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് രോഗം ശമനമായതാണ് കമൻറ്റുകൾ കണ്ടതൊക്കെ അറിയാം. ഇൻഷാ അല്ലാഹ്. രോഗങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ നിസ്സഹായവരായി പോകുന്നവരാണ്. എന്നാൽ ഒരു വിശ്വാസി ഒരിക്കലും നിരാശരാകരുത്. ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. മരുന്നിനോടൊപ്പം അള്ളാഹുവിൻ്റെ ഈ മഹത്തായ നാമം കൂടി ഉൾപ്പെടുത്തി ദുആ ചെയ്യൂ. ഇൻഷാ അല്ലാഹ് ഭേദമാവാത്ത രോഗങ്ങൾ വരെ ഭേദമാകുന്നതാണ്. അതുകൊണ്ട് ദിവസവും ഒരു നിശ്ചിത സമയം കണ്ടെത്തി ഒദു എടുത്ത് ഖിബിലയ്ക്ക് നേരിട്ട് തിരിഞ്ഞിരുന്ന് നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് ഏകാഗ്രമാക്കി ഈ ദിക്ർ 111 പ്രാവശ്യം ചൊല്ലുക. 111 പ്രാവശ്യം വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിലോ ഊതുക. വെള്ളം ഊതി കുടിച്ചാലും മതി, അല്ലെങ്കിൽ മരുന്നിലും ഗുളികയിലും ഊതിയിട്ട് കഴിച്ചാലും മതി. ഓരോ തവണ ചെല്ലുമ്പോഴും മനസ്സിൽ ഇങ്ങനെ ദുആ ചെയ്യണം: യാ അല്ലാഹ്, ശിഫ നൽകുന്നവൻ നീ മാത്രമാണ്. എൻ്റെ രോഗവും എൻ്റെ കുടുംബത്തിൻ്റെ രോഗവും നീ പൂർണ്ണമായും ഭേദമാക്കണമേ. അള്ളാഹുവിൻ്റെ മഹത്തായ ദിക്റാണ് യാദൽ ജലാലി വല്ലിക്റാം യാ അല്ലാഹ്, യാദൽ ജലാലി വല്ലിക്റാം യാ അല്ലാഹ്, യാദൽ ജലാലി വല്ലിക്റാം യാ അല്ലാഹ്. ഈ ദിക്ർ 111 പ്രാവശ്യം ദിവസവും ചൊല്ലുക. 21 ദിവസമോ അതും അല്ലെങ്കിൽ 41 ദിവസമോ തുടർച്ചയായി ചൊല്ലി ദുആ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. അള്ളാഹുവിൻ്റെ മഹത്വവും ഔദാര്യവും വിളിച്ചപേക്ഷിക്കുന്ന ഈ ദിക്ർ വിശ്വാസത്തോടു കൂടിയും ചൊല്ലുക. യാദൽ ജലാലി വല്ലിക്റാം എന്ന നാമം അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾ ഒന്നാണ്. അതിൻ്റെ മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വവും ഔദാര്യവും ഓർത്ത് അവനെ വിളിച്ചപേക്ഷിക്കാൻ സഹായിക്കുന്നു. ദുആ കൂടുതൽ വിനയത്തോടും ആത്മാർത്ഥതയോടും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രയാസഘട്ടങ്ങളിലും രോഗങ്ങളിലും അള്ളാഹുവിലുള്ള പ്രത്യാശ നമ്മളിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഈ ദിക്ർ ഹൃദയത്തിന് ശാന്തിയും അള്ളാഹുവിനോടുള്ള അടുപ്പവും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഈ ദിക്ർ ശിഫ നൽകാനും റിസ്കിനും നമ്മുടെ പാപമോചനത്തിനും എല്ലാ നന്മകൾക്കും അള്ളാഹുവിനോട് അപേക്ഷിക്കുമ്പോൾ ഈ നാമം വിളിച്ച് ദുആ ചെയ്യുന്നത് നല്ലതാണ്. പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നാമത്തെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്: യാദൽ ജലാലി വല്ലിക്റാം എന്ന് ധാരാളമായി വിളിച്ചു കൊണ്ടിരിക്കുക. ദിക്ർ കഴിഞ്ഞാൽ അള്ളാഹുവിനോട് കൈയുയർത്തി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഓർക്കുക, അള്ളാഹു പറയുന്ന: നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതിനാൽ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. വൈകിയാലും അള്ളാഹു സഹായം ഏറ്റവും നല്ല സമയത്താണ് എത്തുന്നത്. ഈ ദിക്ർ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ. അള്ളാഹു നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫയും മനസ്സിന് സമാധാനവും ജീവിതത്തിന് ബർക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു എല്ലാവർക്കും സമ്പൂർണ്ണ ശിഫ നൽകട്ടെ. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ്